കൃത്യമായിട്ട് മനുഷ്യന് കടന്നു പോകാനുള്ള ഈ പറയുന്ന അണ്ടർ പാസുകളും ഓവർ പാസുകളും വല്ലതും ഫ്ലൈ ഓവർ ഉണ്ടാക്കിയിട്ടുണ്ടോ? എത്ര സ്ഥലത്താണ് ഇപ്പോഴും അവസാനിക്കാത്ത കണ്ണൂരിലൊരു കാര്യം പറയാം. കണ്ണൂരിലെ പഴയ ദേശീയപാത നടാല് എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ ഈ പറയുന്ന ഒരു 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 റെയിൽവേ ഈ പറയുന്ന ഗേറ്റ് കഴിഞ്ഞിട്ടാണ് തലശ്ശേരിയിലേക്ക് പോകേണ്ടത്. കാരണം അവിടുന്ന് തലശ്ശേരിയിലേക്ക് പിന്നെയുണ്ട് 12 കിലോമീറ്റർ. അവിടുന്ന് എങ്ങനെയാണ് ഈ റോഡ്, ഈ ബസ്സുകൾ മുഴുവൻ കണ്ണൂർ തലശ്ശേരിയിലേക്കുള്ള ബസ്സുകൾ മുഴുവൻ ആ വഴിക്കാ പോവുക? ആ ബസ്സുകൾ അവിടുന്ന് എങ്ങനെയാണ് ഈ റോഡ് ക്രോസ് ചെയ്ത് പോകേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനവും ഇപ്പോഴും ആയിട്ടില്ല. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരോട് അണ്ടർപാസ് പണിയാൻ ഈ പറയുന്ന 4 മീറ്റർ ഇല്ലെങ്കിലും വരെ ഉള്ള ഒരു ബസ്സിന് കടന്നു പോകാവുന്ന ഒരു അണ്ടർപാസ് പണിയാനുള്ള ഒരു മിനിമം സാമാന്യ ബോധം ഈ കൺസ്ട്രക്ഷൻ കമ്പനികൾ കാണിച്ചിട്ടില്ല. അത് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഈ പ്രഭുക്കന്മാർക്ക് ഈ അധികാര പ്രഭുത്വം ഉണ്ടല്ലോ, അതിന് സാധിച്ചിട്ടില്ല. അതാണ്. എങ്ങനെ പോകും? എത്ര വട്ടം കണ്ണൂർ സമരം നടന്നു? ബസ് സമരം നടക്കുകയാണ്, അനിശ്ചിതമായിട്ട് നടക്കുകയാണ്, പലതും ഉണ്ടാവുകയാണ്. പോണ്ടേ, ബസ്സിന് പോണ്ടേ? അതിന് പറയുന്നത് ഈ ബസ് അവിടുന്ന് ഇടതുവശത്തോട്ട് തിരിഞ്ഞിട്ട് പിന്നെയും 4-5 കിലോമീറ്റർ പിന്നോട്ട് പോയിട്ട് ഈ ചാലയിൽ നിന്ന് തിരിഞ്ഞ് പിന്നെയും പോകണമെന്നാണ് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു എഞ്ചിനീയറിങ്? ശരി, കേട്ടിട്ടു? ഞാൻ കേട്ടിട്ടില്ല. കാരണം എനിക്കറിയുന്ന കാര്യമാണ്. ഇത്ര നിരുത്തരവാദിത്തപരമായിട്ടാണ് ഞാനതാ പറഞ്ഞത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇതൊരു അവസരം ഉണ്ടായതുകൊണ്ട് പറയുകയാണ് ഞാൻ. ഇത് വലിയ കഷ്ടമാണ്. 3.5 കോടി മനുഷ്യരുടെ ഭാവിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. നിങ്ങളെന്താ പറയുന്നത്? ഒരു ദേശീയപാത, ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള ഹൈവേ താഴേക്ക് ഇടിഞ്ഞാൽ ഈ എത്ര ഉയരത്തിലാണ് ഇത് പോകുന്നത്? അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്കൂട്ടറുകൾ, കാറുകൾ, ഈ പറയുന്ന ബസ്സുകൾ, അവിടെയൊക്കെയുള്ള ആയിരക്കണക്കിന് മനുഷ്യരുടെ അവരുടെ സുരക്ഷിതത്വത്തിന് ആരാ ഉത്തരവാദിത്വം വഹിക്കുക? ആര് വഹിക്കും? അത് ആരാ ഉറപ്പുവരുത്തേണ്ടത്? അത് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം എടുക്കേണ്ട പണി സംസ്ഥാന സർക്കാരിനാണ്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് പഴയ കാലത്ത് NHAI ഒക്കെ ഉണ്ട്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ട്. അവർക്ക് ഈ പറയുന്ന റീജിയണൽ ഓഫീസുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കേരള PWDക്ക് ഒരു വിങ് ഉണ്ടായിരുന്നു ഈ പറയുന്ന ദേശീയപാതയുടെ കാര്യങ്ങൾ നോക്കാൻ. കാരണം കേരളത്തിലൂടെ പോകുന്ന ദേശീയപാതയാണ്. തലപ്പാടിയിൽ നിന്ന് തുടങ്ങുക. ഞാൻ ഉത്തരവാദിത്തം വഹിച്ചാണ്. തലപ്പാടിയിൽ തുടങ്ങിയാൽ കണ്ണൂർ ഡിവിഷൻ ഓഫീസിന്റെ ഉത്തരവാദിത്തത്തിൽ ദേശീയപാത ഈ പറയുന്ന അഴിയൂര് വരെയുണ്ട്. അത് നോക്കിയിരുന്നു ഈ ഓഫീസുകൾ. അന്നൊന്നും എവിടെയെങ്കിലും ഈ തരത്തിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ചേർന്ന് ഈ പൊതുമരാമത്ത് നാഷണൽ ഹൈവേ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ തൂക്കിക്കൊല്ലില്ലേ? ഉണ്ടായിട്ടില്ല. കാരണം അവർക്ക് ഉത്തരവാദിത്വം. ഇപ്പോൾ ഒരു ഉത്തരവാദിത്വമില്ല. തങ്ങൾക്ക് കിട്ടുന്ന കൊള്ള ലാഭം എന്ന ഒരൊറ്റ കാര്യത്തിന്റെ പുറത്താണ് ഇത് പണിതുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയക്കാർക്ക് എന്തും പറയാം. അതാണ്.